ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. യുദ്ധകാന്ഡം. രാവണന്റെ ഒരു അനുജനായ വിഭീഷണനും വാനരപാളയത്ത് ശ്രീരാമ സന്നിധിയിൽ എത്തപ്പെട്ടു. അത് പക്ഷേ ശുഗന്റെ മാതിരിയല്ല. യുദ്ധകാര്യാലോചനാ സഭയിൽ പലരെയും രാവണൻ ആട്ടിയോടിച്ച കൂട്ടത്തിൽ വിഭീഷണനെ കുറേ അധികം ആക്ഷേപിച്ചാണ് പുറത്തേക്ക് ഓടിച്ചത്. അതിന് കാരണവും ഉണ്ടായി. വിഭീഷണന്റെ അഭിപ്രായ പ്രകടനം ചക്രവർത്തിയെ കുറേയധികം അരിശം കൊള്ളിച്ചു. ആദ്യം തന്നെ വിഭീഷണൻ ശത്രുവായ ശ്രീരാമചന്ദ്രന്റെ ഗുണമഹിമകളെ വാഴ്ത്തുകയും ബന്ധുവായ രാവണന്റെ ദോഷങ്ങളെ നീചമാകും വണ്ണം ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. അനന്തരം യുദ്ധമേ ആവശ്യമില്ലെന്നും ശത്രുവായ ശ്രീരാമചന്ദ്രങ്കൽ ശത്രുബുദ്ധിയെ ഉപേക്ഷിച്ച് ബന്ധുവാക്കി വരിച്ച് ശരണം പ്രാപിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. ഇത് രാവണന് സഹിക്കാൻ കഴിയാത്ത നിലയിൽ ഏറ്റവും നീചമായ അഭിപ്രായമായി തോന്നി. അതിനാൽ വിഭീഷണനെ കർക്കശമാം വണ്ണം ആക്ഷേപിച്ചുകൊണ്ടാണ് സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നും രാവണനിൽ നിന്ന് തനിക്കാപത്തുണ്ടാകുമെന്നും കരുതി അപ്പോൾ തന്നെ വിഭീഷണൻ ആകാശത്തൂടെ വാനര പാളയത്തിന് മുകളിൽ ചെന്ന് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും തനിക്ക് അഭയം തന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കരുണാമയനായ ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ വിളിച്ചു വരുത്തി അഭയം കൊടുത്തു. തൻ്റെ സേവകനാക്കി നിർത്തുകയും ചെയ്തു. ശുഗനിൽ നിന്നും സാമാന്യമായും വിഭീഷണനിൽ നിന്ന് പ്രത്യേകമായും ലങ്കയിലെ എല്ലാ വർത്തമാനങ്ങളും രാവണന്റെ എല്ലാ സംരംഭങ്ങളും പൂർണ്ണമായി അറിയാനും സാധിച്ചു. സേതുവിൻ്റെ പണി പൂർത്തിയായതോടെ എല്ലാവരും അക്കരയ്ക്ക് കടന്നു ലങ്കയിലെത്തി. പട്ടണത്തിൽ നിന്നും കോട്ടയിൽ നിന്നും വിദൂരത്ത് സമുദ്രക്കരയ്ക്കടുത്തുള്ള സുബേല പർവ്വതമെന്ന മലയുടെ താഴ്വരയിൽ പാളയമടിച്ച് സൈന്യങ്ങൾ വിശ്രമിച്ചു. അനന്തരം സന്ദേശത്തിന് അനുരൂപമായ മറുപടിയും കൊടുത്ത് ശുഗനെ വിട്ടയച്ചു. ശുഗന് വേണ്ടത്ര മതിയായി കഴിഞ്ഞു. പ്രാണൻ കിട്ടിയത് ഭാഗ്യമെന്ന് വിചാരിച്ചു. പുറത്ത് കടന്നതോടെ ഓടി. ശുഗൻ ലങ്കയിൽ നിന്ന് പോന്നിട്ട് കുറേ ദിവസമായി. രാക്ഷസ ചക്രവർത്തി അന്വേഷിക്കാറുമുണ്ട് ശുഗൻ വന്നുവോ എന്ന്. ഭീരുവായ അവനെ കുരങ്ങന്മാർ കൊന്നുകഴിഞ്ഞിരിക്കും. അവനിനി വരാൻ പോകുന്നില്ലെന്ന് എല്ലാവരും പറയുകയും ചെയ്തു. സാധുവായ ശുഗനെ വാനരന്മാരെ കൊണ്ട് കൊല്ലിച്ചത് കഷ്ടമായെന്ന് രാവണൻ പശ്ചാത്തപിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശുഗൻ മടങ്ങി വന്നു. രാവണനെ വണങ്ങി ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും മരിച്ചുപോയെന്ന് കരുതിയ ശുഗൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ കാര്യം സാധിച്ച പോലെ ലങ്കയിലെ പൗരാവലി മുഴുവൻ സന്തോഷിച്ചു. എങ്കിലും ശുഗന് അതോടെ രാജധാനിയിലെ താമസവും രാജസേവയും എല്ലാം മടുത്തു. അതിനാൽ മഹാരാജാവിനെ കോപിപ്പിച്ച് അനുവാദവും വാങ്ങി അപ്പോൾ തന്നെ നാട് വിട്ട് കാട് കയറുകയും ചെയ്തു. വാസ്തവത്തിൽ ശുഗന് ഈ വക അമളികളൊന്നും പറ്റേണ്ട ആവശ്യമില്ല. അദ്ദേഹം വിജനമായ വനത്തിൽ ഏകാന്ത തപോനിഷ്ഠയിൽ സുഖമായി കഴിഞ്ഞു വന്നിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. ഏതോ ഒരു പ്രാരബ്ധം അദ്ദേഹത്തെ വലിച്ചിഴച്ച് ലങ്കയിലെത്തിച്ചു എന്നേ പറയേണ്ടൂ. തപസ്വിയായിരുന്ന അദ്ദേഹത്തിന് തപോനിഷ്ഠയെക്കാളും ബ്രാഹ്മണ്യത്തെക്കാളും നല്ലതാണ് രാജസേവയെന്ന് തോന്നി. രാജാവിൻ്റെ ഇഷ്ടനായി രാജധാനിയിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ടും പരിജനങ്ങളെ ശാസിച്ചുകൊണ്ടും എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമായും ഉള്ള ജീവിതം ഈ തപോനിഷ്ഠയേക്കാൾ എത്രയോ നല്ലതാണെന്നും രസകരമായ ആ ജീവിതത്തെ അനുഭവിക്കാതെ വിരസവും ശുഷ്കവുമായ ഈ വനജീവിതത്തിൽ തന്നെ ആയുസ് കളയുന്നത് മൂഢതയാണെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ ഫലമായാണ് ആശ്രമത്തെയും തപോവനത്തെയും വിട്ട് അരമനയിൽ എത്തിച്ചേർന്നത്. രാജകീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ടെന്നൊന്നും ആ സാധു ഓർത്തിരുന്നില്ല. ഏതായാലും കുരങ്ങന്മാരുടെ ജയിലിൽ കിടക്കേണ്ടി വന്നത് രാജദൂതനായതുകൊണ്ടാണെന്നും തപസ്വിയോ ബ്രാഹ്മണനോ മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഇനിയും എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഈ രാജസേവ കൊണ്ടുണ്ടാവാൻ പോകുന്നതെന്ന് ഭയവുമായി. അതിനാൽ ഇനിയൊരു പുതിയ ആപത്ത് വന്നു ചേരുന്നതിനു മുമ്പ് ഇവിടം വിട്ട് പോവണമെന്നും തീർച്ചപ്പെടുത്തി. സാധു ബ്രാഹ്മണൻ നേരെ തൻ്റെ തപോവനത്തിലേക്ക് തന്നെ യാത്രയായി. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഇരുഭാഗത്തും ഒരുപോലെ പൂർണ്ണമായി. ഇനി ആയുധപ്രയോഗം ആരംഭിക്കുകയേ വേണ്ടതുള്ളൂ. അതിനുള്ള സന്ദർഭവും കാത്ത് അക്ഷമരായിരിക്കുകയാണ് ഇരുഭാഗത്തെ സൈന്യങ്ങളും. രാവണ ചക്രവർത്തി
തൻ്റെ കോട്ടയുടെ പുരോഭാഗത്തുള്ള പർവ്വത താഴ്വരയിൽ പാളയമടിച്ച് വാനരസേനയെ നോക്കിക്കണ്ടു. സമുദ്രം പോലെ പരന്ന് നിറഞ്ഞ് അവസാനമില്ലാത്ത ആ സൈന്യ ശേഖരത്തെ കണ്ടപ്പോൾ തന്നെ ഒന്ന് നടുങ്ങി. എങ്കിലും പിറ്റേ ദിവസം മുതൽക്ക് തന്നെ യുദ്ധം ആരംഭിക്കാൻ സേനാനായകന്മാർക്ക് കൽപ്പനയും കൊടുത്തു. വാനര സൈന്യങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ യുദ്ധം ആരംഭിക്കുവാൻ ഭഗവാനും കൽപ്പന കൊടുത്തു. ഇരു സംഘത്തിലെ സൈന്യങ്ങളും ആഹ്ലാദഭരിതന്മാരായി പിറ്റേ ദിവസം പുലരുന്നതും നോക്കിയിരുന്നു. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മിക്കപ്പോഴും ദേവാസുരന്മാർ തമ്മിലും ഭഗവാനും അസുരന്മാരും തമ്മിലും രാജാക്കന്മാർ തമ്മിലും നടക്കുന്ന ഭയങ്കരങ്ങളായ യുദ്ധങ്ങളെ വർണ്ണിച്ചു കാണാം. പുരാണ ഇതിഹാസങ്ങൾ വേദോപനിഷത്തുക്കളുടെ താൽപര്യാർത്ഥത്തെ വെളിവാക്കി തരുന്ന കഥാസ്വരൂപങ്ങളായ വ്യാഖ്യാനങ്ങളാണെന്ന് പ്രസിദ്ധമാണ്. വേദോപനിഷത്തുക്കളുടെ താൽപര്യാർത്ഥമാകട്ടെ മായാവിജയവും ആത്മബോധവുമാണ്. എന്നാൽ പിന്നെ ഈ യുദ്ധങ്ങളുടെ വർണ്ണനകളുടെയൊക്കെ ആവശ്യമെന്താണ്? വാസ്തവത്തിൽ സമഷ്ടി പ്രപഞ്ചത്തിൽ നടന്ന ചരിത്ര യുദ്ധങ്ങളെയാണോ പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വേദാർത്ഥങ്ങളുടെ വിശദീകരണങ്ങളെന്ന സ്ഥാനം അതിനുണ്ടാവാൻ വയ്യ. എന്നാൽ പിന്നെ യുദ്ധവർണ്ണനകളുടെ അടിയിലുള്ള തത്വം എന്താണ്? ഈ ചോദ്യം പുരാണേതിഹാസങ്ങൾ വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും അങ്കുരിക്കുന്നുണ്ടായിരിക്കണം. മുമുക്ഷുവായ സാധകന്റെ ചിത്തത്തിൽ നടക്കുന്ന യുദ്ധത്തെയല്ലാതെ മറ്റൊരു യുദ്ധത്തെയും പുരാണത്തിൽ വർണ്ണിച്ചിട്ടില്ല. ജ്ഞാനവും അജ്ഞാനവും തമ്മിലും ധർമ്മവും അധർമ്മവും തമ്മിലും ജീവനും മായയും തമ്മിലുമുള്ള യുദ്ധം തന്നെ എല്ലാ യുദ്ധങ്ങളും. അതിനെ തന്നെയാണ് പല ചമത്കാരത്തിലും പല സ്വരൂപത്തിലും പുരാണേതിഹാസങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ചഞ്ചലമായ ചിത്തമാണ് ലങ്കയെന്ന് ഉപന്യസിക്കപ്പെട്ടതെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. ചിത്തമാകുന്ന ലങ്കയിലെ അധിപതികളാണ് ത്രിഗുണങ്ങൾ. അവയെ തന്നെയാണ് ഇവിടെ രാവണ, കുംഭകർണ, വിഭീഷണന്മാരായി പറഞ്ഞിരിക്കുന്നതും. മറ്റ് രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളുമൊക്കെ പ്രസ്തുത ഗുണങ്ങളിൽ നിന്നുണ്ടാവുന്ന വികാരങ്ങളും വൃത്തികളും തന്നെ. സുഹൃതിയായ സാധകന് പരമ കൈവല്യാനുഭൂതിക്ക് അവയെല്ലാം തടസ്സങ്ങളാണ്. അതിനാൽ അവയെല്ലാം അവശ്യം നശിക്കേണ്ടിയിരിക്കുന്നു കൈവല്യപ്രാപ്തിക്ക്. ബാഹ്യവൃത്തിയിൽ നിന്ന് നിവർത്തിച്ച് അന്തർവൃത്തിയിൽ മുഴുകുന്നത് തന്നെ സമുദ്രലംഘനവും ലങ്കാപ്രവേശവും. അന്തർവൃത്തിയിൽ മുഴുകിയ സാധകന് ചിത്തത്തെയും ഗുണങ്ങളെയും അവയുടെ വൃത്തികളെയും വികാരങ്ങളെയും കാണാനും അറിയാനും സാധിക്കുന്നു. ക്രമേണ അവയോട് യുദ്ധം ചെയ്ത് അവ ഓരോന്നോരോന്നായി ജയിക്കാനും സാധിക്കുന്നു. അതിനുള്ള സാഹസികളാകട്ടെ ചഞ്ചല പ്രകൃതികളായ വാനരങ്ങളുമാണ്. അതായത് അന്യോന്യ വൈരുദ്ധ്യം തോന്നിക്കുന്ന ശ്രുതിവാക്യങ്ങൾ. അപുത്രസ്യ ഗതിർനാസ്തി, സ്വർഗകാമോ യജേത്, ന കർമ്മണ ന പ്രജയ ധനേന, ത്യാഗേനൈകേ അമൃതത്വമാനശു, കുർവന്നേവേഹ കർമാണി ജിജീവിഷേൽ ശതം സമ ഇത്യാദി ശ്രുതി വാക്യങ്ങളിൽ തോന്നാവുന്ന വൈരുദ്ധ്യഭാവങ്ങളെയാണ് മർക്കടന്മാരുടെ ചഞ്ചല പ്രകൃതിയായി ഉപന്യസിച്ചിരിക്കുന്നത്. അവയുടെ ചഞ്ചലത്വം കാര്യസാധ്യത്തിന് തടസ്സമാവാതിരിക്കണം. അതാത് ശ്രുതിവാക്യങ്ങളുടെ വൈരുദ്ധ്യഭാവങ്ങൾ നീങ്ങണം. വേണ്ട പോലെ അറിയപ്പെടുമ്പോൾ വൈരുദ്ധ്യം തീരും. ആചാര്യവാൻ പുരുഷോ വേദ. അറിഞ്ഞു കഴിഞ്ഞ ആചാര്യനെ സമീപിക്കുമ്പോൾ വേണ്ട പോലെ അറിയാറാവും. അപ്പോൾ വൈരുദ്ധ്യം നീങ്ങും. വൈരുദ്ധ്യം തീരുമ്പോൾ ശ്രുതിവാക്യങ്ങൾ സഹായികളായി. അവയുടെ സഹായത്തോടെ രജസ്തമസുകളാകുന്ന രാവണ കുംഭകർണന്മാരെ നശിപ്പിക്കണം. അവ നശിച്ചാൽ വൃത്തികളും വികാരങ്ങളും മുഴുവൻ നശിച്ചു. രാവണനെ കൊന്നാൽ പിന്നെ രാവണ സൈന്യങ്ങളെ കൊല്ലേണ്ടതില്ല. എത്രയോ അസംഖ്യം രാക്ഷസന്മാരുണ്ടായിട്ടും ശ്രീരാമൻ രാവണനെയും കുംഭകർണനെയും മാത്രമല്ലേ കൊല്ലുന്നുള്ളൂ? അതുമതി. രജസ്തമസുകളാകുന്ന 2 ഗുണങ്ങൾ നശിച്ചാൽ അതോടെ സംസാരത്തിൻ്റെ ഘടകങ്ങളും അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ എല്ലാ സ്ഫുരണങ്ങളും മിക്കവാറും നശിച്ചു എന്ന് പറയാം. പിന്നെ സത്വഗുണവും അതിൻ്റെ വികാരങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അത് പ്രാരബ്ധാവസാനം വരെ ആവശ്യവുമാണ്. അതാണ് വിഭീഷണനെ കൊല്ലാതെ ലങ്കയിൽ രാജാവാക്കി വാഴിച്ചതിൻ്റെ താല്പര്യം.